സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. ലോകത്ത് പല വിധത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും സ്വന്തം താല്പര്യമനുസരിച്ച് സംസാരിക്കാത്ത, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? മൻ, ഒരുവരാണ്. തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെറിയ രൂപത്തിലാണെങ്കിലും ഖുർആൻ പഠിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് ആകാൻ സാധിച്ചു. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം, നമ്മൾ പടച്ചവന് നന്ദി രേഖപ്പെടുത്തണം. അപ്പോഴാണ് ഈ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനെ വിലമതിക്കണം. വിലമതിച്ചില്ല എങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരുപക്ഷെ നന്മയുടെ വഴിയിൽ നിന്ന് നമ്മൾ തടയപ്പെടുന്നവരാവും, മഹ്റൂമീങ്ങളാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന മാർഗത്തിലാണ് പടച്ചവൻ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നാണ്. പൂർണ്ണമായ സമയം നമ്മൾ കൊടുക്കുന്നില്ല, കുറഞ്ഞ സമയമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ അതിനെ വിലമതിച്ച് ശരിയായ നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കും. ശരിയായ നിലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്തുന്ന മക്കളാക്കി അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വഴിയിൽ അല്ലാഹു തആല നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും ഉയർന്നവർ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവർ, അതുപോലെ അത് പഠിപ്പിക്കുന്നവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മാതാപിതാക്കളായ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മക്കളെ നമ്മൾ സാലിഹീങ്ങളാക്കണം. അവരെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നവരാക്കണം. അത് നമുക്ക് പടച്ചവൻ നൽകിയ മക്കളാകുന്ന അനുഗ്രഹത്തിനോട് നമ്മൾ കാണിക്കുന്ന നന്ദിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്, നന്ദിയിൽപ്പെട്ടതാണ്. പടച്ചവൻ എത്രയോ ആളുകൾക്ക് മക്കളെ നൽകിയില്ല, അവർ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. പക്ഷെ അല്ലാഹു നമുക്ക് നൽകിയ മക്കളെ നമ്മൾ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുത്തിയാൽ, പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെടുത്തിയാൽ, ദീനിൻ്റെ അറിവുകൾ നമ്മൾ അവർക്ക് പകർന്നു കൊടുത്താൽ, ഭൗതികമായ വിജ്ഞാനം പഠിപ്പിക്കുന്നതിനോടൊപ്പം ദീനിൻ്റെ അറിവും വിദ്യാഭ്യാസവും കൂടി നമ്മൾ അവർക്ക് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പ്രയോജനം ചെയ്യും. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും പ്രയോജനം ചെയ്യും. പരലോകത്ത് മാത്രമല്ല നമുക്ക് പ്രയോജനം, ഈ ലോകത്ത് നമുക്ക് പ്രയോജനമാണ്. നമ്മുടെ മക്കൾ ദീൻ പഠിച്ചാൽ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചാൽ, മാതാപിതാക്കളോടുള്ള കടമകൾ പഠിച്ചാൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ ഉദ്ദേശവും അവർ മനസ്സിലാക്കിയാൽ, പാരത്രിക ജീവിതത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ